Dear students, good morning. Last class we discussed about what are the differences between, there are different types of preference shareholders are there. So now we are going to discuss the difference between equity shares and preference shares. എന്താണ് ഇക്വിറ്റി ഷെയറും പ്രിഫറൻസ് ഷെയറും തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളതാണ് നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. So equity share and preference share, the basic difference of equity shareholder and preference shareholder is there are two basic differences. The preference shareholder can get a preferential right in the payment of dividend and repayment of capital at the time of winding up. അതായത് പ്രിഫറൻസ് ഷെയർഹോൾഡേഴ്സിന് രണ്ട് രീതിയിലുള്ള പ്രിഫറൻഷ്യൽ റൈറ്റ് ഉണ്ടായിരിക്കും. ഒന്ന് ഡിവിഡൻഡ് കിട്ടുന്ന കാര്യത്തിൽ, രണ്ടാമത്തത് വൈൻഡിങ് അപ്പിൻ്റെ സമയത്ത് ഷെയർ ക്യാപിറ്റൽ തിരിച്ചു കിട്ടുന്ന കാര്യത്തിൽ. ഇത് രണ്ടും പ്രിഫറൻസ് ഷെയർഹോൾഡേഴ്സിന് കൊടുത്തതിന് ശേഷം മാത്രമേ കമ്പനി ആർക്ക് കൊടുക്കുന്നുള്ളൂ? ഇക്വിറ്റി ഷെയർഹോൾഡേഴ്സിന് കൊടുക്കുന്നുള്ളൂ. ഇതാണ് ബേസിക് ആയിട്ടുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഈ രണ്ട് ഡിഫറൻസിന് പുറമെ കുറച്ച് അഡീഷണൽ ആയിട്ടുള്ള ഡിഫറൻസസ് കൂടി വരുന്നുണ്ട്. അത് ഏതാണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് വൺ is ownership security and preference share is hybrid security. Equity share is an ownership security means ഇങ്ങനെ പ്രിഫറൻഷ്യൽ റൈറ്റ് അവർക്ക് ഇല്ലെങ്കിലും റിയൽ ഓണേഴ്സ് ഓഫ് ദി കമ്പനി എന്ന് കൺസിഡർ ചെയ്യുന്നത് ആക്ച്വലി ആരെയാണ്? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനെയാണ്. ഒരു കമ്പനീൻ്റെ ഇക്വിറ്റി ഷെയറാണ് നമ്മൾ ഹോൾഡ് ചെയ്യുന്നത് എങ്കിൽ ആ കമ്പനീൻ്റെ വോട്ടിംഗ് റൈറ്റ്, കമ്പനീൻ്റെ തീരുമാനങ്ങൾ എടുക്കാനുള്ള അവകാശം, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ആളുകൾ, ഇതെല്ലാം ആക്ച്വലി ആരാണ്? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സാണ്. അതുകൊണ്ടാണ് കമ്പനി ഓണർഷിപ്പ് സെക്യൂരിറ്റി, ഇക്വിറ്റി ഷെയർസിന് ഓണർഷിപ്പ് സെക്യൂരിറ്റി എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. അതേസമയം പ്രിഫറൻസ് ഷെയർസ് നോക്കിയേ, ഹൈബ്രിഡ് സെക്യൂരിറ്റിയാണ്. ഹൈബ്രിഡ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്യുവൽ കോൺസെപ്റ്റിൽ വരുന്ന, അതായത് രണ്ട് രീതിയിലുള്ള അഡോപ്റ്റ് ചെയ്യാൻ പറ്റും. ഓണറാണ്, അതേസമയം തന്നെ ഒരു ലാബിലിറ്റി കൂടുതലുള്ള, കമ്പനിക്ക് ലാബിലിറ്റി കൂടുതലുള്ള ഒരു ടൈപ്പ് ഓഫ് ഷെയർ ഹോൾഡേഴ്സാണ് ആക്ച്വലി പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. ശരിക്കും അതൊരു ആ പ്രിഫറൻസ് ഷെയർ ഹോൾഡർ എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഓണറുമാണ്, അതേസമയം ഓണർക്ക് അപ്പുറത്തേക്ക് ഒരു ക്രെഡിറ്ററുടെ നമ്മൾ ഡിബഞ്ചേഴ്സ് ഹോൾഡ് ചെയ്യുമ്പം എങ്ങനെയാണോ ഡീൽ ചെയ്യേണ്ടത് അതേപോലെ തന്നെ ഒരു പ്രിഫറൻഷ്യൽ റൈറ്റ് കൊടുക്കേണ്ട ആളുകൾ കൂടിയാണ് ആക്ച്വലി എന്ത് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. സോ we can say that preference shares are the hybrid security. Preference shares is hybrid security. And second difference is dividend rate is not fixed. Normally we can say that a fixed rate of dividend is not given to the equity shareholders. At the same time, preference shareholders get a proportion of dividend in every year, depends upon their types of share. And dividend is paid last. Dividend is normally paid last to equity shareholders. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് എപ്പോഴും ഡിവിഡൻഡ് കിട്ടുക അവസാനമായിരിക്കും. എന്നാൽ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് എപ്പോഴും ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഇക്വിറ്റി ഡിവിഡൻഡ് കൊടുക്കുന്നതിന് മുന്നേ ആയിട്ട് തന്നെ എന്ത് ചെയ്യും? ഡിവിഡൻഡ് കിട്ടിയിരിക്കും. ദെൻ ക്യാപിറ്റൽ ഇസ് റീപെയ്ഡ് ഓൺലി ഇൻ ദി ഇവൻ്റ് ഓഫ് വൈൻഡിങ് അപ്പ്. വൈൻഡിങ് അപ്പിൻ്റെ സമയത്ത് മാത്രമാണ് എന്ത് ചെയ്യുന്നത്? ക്യാപിറ്റൽ റീപേ ചെയ്യുന്നത്. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് വേണമെങ്കിൽ ക്യാപിറ്റൽ ഒരു സ്റ്റിപ്പുലേറ്റഡ് ടൈം പീരീഡ് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും എന്ത് ചെയ്യാം? തിരികെ വാങ്ങിക്കാനുള്ള റൈറ്റ് ഉണ്ട്. ഇക്വിറ്റി ഷെയർ ഹോൾഡർ ഹാവ് ദ റിയൽ ഓണേഴ്സ് ആൻഡ് ദേ ഹാവ് വോട്ടിംഗ് റൈറ്റ് റിലേറ്റിംഗ് ടു ദ മേജർ ഡെസിഷൻസ് ഓഫ് ദി കമ്പനി. ഒരു കമ്പനീൻ്റെ മേജർ ഡെസിഷൻസിൽ ഇൻവോൾവ് ചെയ്യാനുള്ള റൈറ്റ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് എന്തുണ്ട്? ഒരു വോട്ടിംഗ് റൈറ്റും ഉണ്ടായിരിക്കും. എന്നാൽ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് എന്തില്ല? വോട്ടിംഗ് റൈറ്റ് ഉണ്ടാവില്ല. ദെൻ equity shareholders are not entitled for arrears of dividend. Equity shareholdersന് arrears of dividend എൻഷുർ ചെയ്യാനുള്ള arrears of dividend എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വർഷം ഡിവിഡൻഡ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് അടുത്ത വർഷത്തേക്ക് മാറ്റി വയ്ക്കുക. അങ്ങനെ arrears of dividend മാറ്റി വെച്ചിട്ടൊന്നും ഒരിക്കലും ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് പേ ചെയ്യാറില്ല. എന്നാൽ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ആണ് ഡീൽ ചെയ്യുന്നത് എങ്കിൽ, ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ഡീൽ ചെയ്യുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ മേ ബി എന്ത് ചെയ്യാം? അവർക്ക് arrears of dividend ഡീൽ ചെയ്യാനുള്ള arrears of dividend കിട്ടാനുള്ള സാധ്യതയുണ്ട്. Equity shareholders have full participation in the management of the company. We already mentioned equity shareholders are the real owners of the company and they have the voting right of the company and they act as a part of the management and they take decision. They can enroll in the major decisions of the company. മേജർ ഡിസിഷൻസ് എടുക്കുന്ന സമയത്തും അവർക്ക് വോട്ടിംഗ് റൈറ്റ് ഉണ്ടായിരിക്കും. എന്നാൽ അതേ വോട്ടിംഗ് റൈറ്റോ അല്ലെങ്കിൽ മേജർ ഡിസിഷൻസ് എടുക്കുന്നതിലോ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് എന്തില്ല? റോള് ഇല്ല.
ഓക്കെ. ദെൻ നെക്സ്റ്റ് ഇസ് വാട്ട് ഇസ് സെറ്റ് ടു ഇക്വിറ്റി ഷെയർ. എന്താണ് സ്വെറ്റ് ഇക്വിറ്റി ഷെയർ? ഇത് വായിക്ക് സ്വീറ്റ് എന്നല്ല സ്വെറ്റ് എന്നാണ് കേട്ടോ. സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ് ആർ ദോസ് ഇക്വിറ്റി ഷെയർസ് issued by the company to its employees or directors at a discount or for consideration other than cash, and the right, the limitation, restrictions and provision application to equity shares are also applicable to the said equity shares. ഹിയർ സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമ്പനിയിൽ എക്സിസ്റ്റ് ചെയ്തിരിക്കുന്ന എംപ്ലോയീസോ ഡയറക്ടേഴ്സിനോ കമ്പനീൻ്റെ ഭാഗമായിരിക്കുന്ന വളരെ കമ്മിറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനോ ഡയറക്ടേഴ്സിനോ നോർമൽ മാർക്കറ്റ് റേറ്റിനേക്കാളും കുറഞ്ഞ രീതിയിൽ, മാർക്കറ്റിൽ ഇപ്പോൾ ഒരു ഷെയറിന് 1000 റുപ്പിയാണെങ്കിൽ അത് കമ്പനിയിലെ എംപ്ലോയീസിനോ ഡയറക്ടേഴ്സിനോ ആ 1000 റുപ്പീസിനേക്കാളും കുറഞ്ഞിട്ട്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു 900 റുപ്പീസിന് എക്സിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനിയിലെ എംപ്ലോയീസിന് ചെന്ന് പേ ചെയ്യുമ്പോൾ ആണെന്ത് പറയാം നമ്മൾ ഈ ഒരു എന്ത് പറയുന്നത് സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ് എന്ന് വിളിക്കാം. സോ സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ് മീൻസ് കമ്പനി ഇഷ്യൂ ടു ദ എംപ്ലോയീസ് ഓർ ഡയറക്ടേഴ്സ് നോർമലി ലെസ് ദാൻ ദാറ്റ് ഓഫ് എ മാർക്കറ്റ് പ്രൈസ് ഓഫ് എ ഷെയർ. ഒരു ഷെയറിൻ്റെ മാർക്കറ്റ് വാല്യൂ എത്രയാണോ അതിനേക്കാളും കുറഞ്ഞ എമൗണ്ടിൽ എക്സിസ്റ്റ് ചെയ്തിട്ടുള്ള എംപ്ലോയീസിനോ ഡയറക്ടേഴ്സിനോ കൊടുക്കുന്ന സർട്ടൻ ഗ്രൂപ്പ് ഓഫ് ഷെയർസിനാണ് ആക്ച്വലി എന്ത് വിളിക്കുക, സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ് എന്നുള്ളത് വിളിക്കുക. സോ ഈ സ്വെറ്റ് ഇക്വിറ്റി ഷെയർസും ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സും തമ്മിൽ കണക്ഷൻ ഉണ്ട്. ഈ ഒരു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എൻജോയ് ചെയ്യുന്ന ഓൾമോസ്റ്റ് എല്ലാ റെസ്ട്രിക്ഷൻസും ലിമിറ്റേഷൻസും അതേപോലെ തന്നെ പ്രൊവിഷൻസൊക്കെ സ്വെറ്റ് ഇക്വിറ്റി ഷെയർസും എന്ത് ചെയ്യുന്നു, എൻജോയ് ചെയ്യുന്നുണ്ട്. സ്വെറ്റ് ഇക്വിറ്റി ഷെയർസിന് സർട്ടൻ കണ്ടീഷൻസ് ഉണ്ട്, ലീഗൽ പ്രൊവിഷൻസ് ഉണ്ട്. സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ് ഒരു കമ്പനി ഇഷ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ ദ ഫസ്റ്റ് ലീഗൽ പ്രൊവിഷൻ is സ്വെറ്റ് ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ബൈ എ കമ്പനി ഷുഡ് ബി ഓഫ് ദാറ്റ് ക്ലാസ് ഓഫ് ഇക്വിറ്റി ഷെയർസ് വിച്ച് ആർ ഓൾറെഡി ഇഷ്യൂ ബൈ ദ കമ്പനി. സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ് ആയിട്ട് കമ്പനി ഇഷ്യൂ ചെയ്യുന്ന ഷെയർസ് ഇക്വിറ്റി ഷെയർസ് ആയിട്ട് ഓൾറെഡി കമ്പനിയിൽ ഇഷ്യൂ ചെയ്ത ലിസ്റ്റ് ഔട്ട് ചെയ്തതായിരിക്കണം. ദെൻ സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു ജനറൽ റെസൊല്യൂഷൻ, അതായത് കമ്പനി ബോർഡ് മീറ്റിംഗ് കൂടി അതിൽ സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നതുമായി കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ് ചെയ്ത് കമ്പനി ബോർഡ് മീറ്റിംഗ് കൂടി അതിൽ സാങ്ഷൻ വാങ്ങിയതിന് ശേഷം മാത്രമേ സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ് എന്ത് ചെയ്യാൻ പറ്റൂ, ഇഷ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. Then a company can set equity shares 1 year from the date of which a company is entitled to commence business. ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്ത് മിനിമം 1 year എങ്കിലും ആയി കഴിഞ്ഞെങ്കിൽ മാത്രമേ കമ്പനിക്ക് സെറ്റ് ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്യാനുള്ള റൈറ്റ് ഉള്ളൂ. ദെൻ company are listed on a recognized stock exchange. The security shares by such company should be issued in accordance with regulation made by the SEBI. അതായത് നമുക്കറിയാം ഒരു കമ്പനീൻ്റെ ഷെയർ ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിലുണ്ടാകുന്ന ഒരു ഗവൺമെൻറ് ഫോളോ ചെയ്യുന്ന ഒരു കൺട്രി ആണെങ്കിൽ ആ കമ്പനീൻ്റെ ഷെയർസുമായി കണക്ട് ചെയ്ത എല്ലാ ആക്ടിവിറ്റീസും കൺട്രോൾ ചെയ്യുന്നത് സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്നുള്ളൊരു അതോറിറ്റിയാണ്. അതൊരു എപെക്സ് ബോഡിയാണ് 1986 ഡെവലപ്പ് ചെയ്ത് 1992 ഓൺവേർഡ്സ് എപെക്സ് ബോഡിയായിട്ട് സെൻട്രൽ ഗവൺമെൻറ് അപ്രൂവ് ചെയ്തിരിക്കുന്ന ഒരു അതോറിറ്റിയാണ്. ഈ അതോറിറ്റീൻ്റെ അണ്ടറിലാണ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നതും ഷെയർ റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസും ഒരു കമ്പനി ഏൽപ്പിക്കുന്നത് അല്ലെങ്കിൽ ഹാൻഡിൽ ചെയ്യുന്നത്. സോ ഈ സെബി ഗൈഡ് ലൈൻസിന് അനുസരിച്ചായിരിക്കണം എന്ത് ചെയ്യേണ്ടത്. ലിസ്റ്റഡ് സെക്യൂരിറ്റീസ് ആണെങ്കിൽ ഒരു റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ലിസ്റ്റ് ചെയ്ത ഷെയർസാണ് സെറ്റ് ഇക്വിറ്റി ലിസ്റ്റിൽ വരുന്നത് എങ്കിൽ അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നിശ്ചയിക്കുന്നത് ആരായിരിക്കണം, സെബി ആയിരിക്കണം. ദാറ്റ് ഈസ് സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. Security Exchange Board of India is an apex body developed during the year 1986 and it is considered as an apex body in the year 1992 to protect the interest of shareholders in the security market. സെക്യൂരിറ്റി മാർക്കറ്റിൽ ഷെയർസ് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ആക്ടിവിറ്റീസിനെ കൺട്രോൾ ചെയ്യാനും റെഗുലേറ്റ് ചെയ്യാനും വേണ്ടി ഗവൺമെൻറ് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്ന ഒരു അപെക്സ് ബോഡീനെ, ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ആക്ച്വലി എന്ന് പറയുന്നത് സെബി എന്ന് പറയുന്നത്. സെബി മീൻസ് സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. 1986 ഇതെന്ത് ചെയ്തത്, 1986 ഓൺവേർഡ്സ് എന്ന് പറയുന്നത് 1988 ഓൺവേർഡ്സിലാണ് ആക്ച്വലി ഇത് നിലവിൽ വരുന്നത്. 1992 എന്തായി മാറി, ഇതൊരു അപെക്സ് ബോഡിയായിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ സെബി ഗൈഡ് ലൈൻസ് കൂടി പാലിക്കണമെന്നാണ് മനസ്സിലാക്കേണ്ടത്. ദെൻ ഇസോസ്, ഇത് കഴിഞ്ഞ പ്രാവശ്യം എക്സാമിന് ചോദിച്ചിട്ടുള്ള ഏരിയയാണ്. എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ സ്കീം എന്താണെന്നുള്ളത്. സോ എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ സ്കീം ഇസ് എ സ്കീം അണ്ടർ വിച്ച് എ കമ്പനി ഗീവ്സ് ഓപ്ഷൻ
right or not the obligation to hold time directors or employees to purchase or subscribe at a future date the equity shares at a predetermined price. The main aim is to retain the employees in the organization and involved in the affairs of the company. That means എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ സ്കീം ഈസ് എ സ്കീം ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദ കമ്പനി. ഒരു കമ്പനിയിലുള്ള എംപ്ലോയീസിന് വേണ്ടിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഒരു സ്കീമാണത്. ഈ സ്കീം എന്ന് പറയുന്നത് ഒരിക്കലും നിർബന്ധിക്കുന്നില്ല എംപ്ലോയീസിനെ കൊണ്ട് അത് വാങ്ങിക്കാൻ. പക്ഷേ അവർക്ക് വാങ്ങിച്ചാൽ അത് നല്ലതാണ്. കമ്പനി അവർക്ക് കൊടുക്കുന്ന ഒരു റൈറ്റാണ് ആക്ച്വലി എന്ത് എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ സ്കീം എന്ന് പറയുന്നത്. ഈ ഹോൾ ടൈം ഡയറക്ടേഴ്സിനോ അല്ലെങ്കിൽ കമ്പനിയിലെ ഹോൾ ടൈം എംപ്ലോയീസിനോ കമ്പനീൻ്റെ ഷെയർസ് ഒരു ഫ്യൂച്ചർ ഡേറ്റ് നിശ്ചയിച്ചിട്ട് ആ ഡേറ്റിന് എന്ത് ചെയ്യുക, ആ ഒരു പ്രൈസിൽ പ്രീഡിറ്റർമൈൻഡ് ആയിട്ടുള്ള പ്രൈസിന് തന്നെ അത് വാങ്ങിക്കാനുള്ള അവകാശം കമ്പനീൻ്റെ എംപ്ലോയീസിനോ സ്ഥിരമായിട്ട് വരുന്ന ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനോ കൊടുക്കുമ്പോഴാണ് ആക്ച്വലി എന്ത് വിളിക്കുക, എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ സ്കീം എന്നുള്ള സ്കീം എന്ന് പറയുന്നത്. ഇതിൻ്റെ മെയിൻ എന്ന് പറയുന്നത് റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള എക്സിസ്റ്റ് ചെയ്തിരിക്കുന്ന എംപ്ലോയീസിനെ കമ്പനിയിൽ റീറ്റെയിൻ ചെയ്യുക, അവർക്ക് ഒരു മൊറാലിറ്റി, കമ്പനീനോടൊരു മൊറാലിറ്റി ഇൻക്രീസ് ചെയ്യിക്കുന്ന രീതിയിൽ ഇൻക്രീസ് ചെയ്യാൻ ഒരു കമ്മിറ്റ്മെൻറ്റ് അവരിൽ നിന്ന് കൂടുതൽ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് കമ്പനി ആക്ച്വലി എന്ത് ചെയ്യുന്നത്, എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ സ്കീം എന്നുള്ള സ്കീം കമ്പനി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇൻ ഷോർട്ട് വി ക്യാൻ സേ ദാറ്റ് എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ സ്കീം ഇസ് എ സ്കീം ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദ കമ്പനി for the purpose of protecting or retaining the employees in the company. Okay. So there are certain SEBI guidelines. Security Exchange Board of Indiaൻ്റെ ഗൈഡ്ലൈൻസ് ഉണ്ട്. കമ്പനി ഷെയർ ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ അതിൽ കുറച്ച് ഗൈഡ്ലൈൻസ് ഉണ്ട്. കമ്പനി അപ്രൂവ് ഇസോസ് ബൈ പാസിങ് എ സ്പെഷ്യൽ ഇഷ്യൂസ് ഇൻ ജനറൽ മീറ്റിംഗ്. ജനറൽ മീറ്റിങ്ങിൽ ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ് ചെയ്ത് കമ്പനിയിലെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സും മെമ്പേഴ്സും എല്ലാവരും സാങ്ഷൻ ചെയ്തെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ഈ ഒരു എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ സ്കീം എന്നുള്ളത് കമ്പനി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പാടുള്ളൂ. ദെൻ എസോസ് വുഡ് ബി ഓപ്പൺ ഓൾ പെർമനൻറ്റ് എംപ്ലോയീസ് ഓഫ് ദി കമ്പനി വർക്കിംഗ് ഇൻ ഇന്ത്യ ഔട്ട്സൈഡ് ഇൻ ഇന്ത്യ ടു ദ ഡയറക്ടേഴ്സ് ഓഫ് ദി കമ്പനി. കമ്പനീൻ്റെ ഡയറക്ടേഴ്സിലോ അല്ലെങ്കിൽ എംപ്ലോയീസിലോ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന ഇന്ത്യയിലും ഇന്ത്യൻ്റെ പുറത്തും ബ്രാഞ്ചസ് ഉണ്ടെങ്കിൽ അതിലെ എല്ലാ എംപ്ലോയീസിനെയും അവകാശപ്പെടുന്ന രീതിയിലാണ് ഇസോസ് എന്നുള്ളത് പാലിക്കേണ്ടത്. ദെൻ ഓപ്ഷൻ ഗ്രാൻഡഡ് ടു എൻ എംപ്ലോയി ഷാൽ നോട്ട് ബി ട്രാൻസ്ഫറബിൾ ടു എനിവൺ. ഈ എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ സ്കീം പ്രകാരം നമ്മളൊരു കമ്പനീൻ്റെ ഷെയർസ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ആസ് എൻ എംപ്ലോയി എന്നുള്ള രീതി വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. ഷെയർസ് ക്യാൻ ബി ഫ്രീലി ട്രാൻസ്ഫറബിൾ എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ്. പക്ഷേ ഈ എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ സ്കീമിലൂടെ നമ്മൾ വാങ്ങി വെച്ചിരിക്കുന്ന ഷെയർസിനെ ഒരിക്കലും നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഓപ്ഷനില്ല. The company shall not vary in terms of resources in any manner which may be detrimental to the interest of the employees. എംപ്ലോയീസിനെ ഇൻട്രസ്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന അവരുടെ ഉത്തരവാദിത്തങ്ങളെ അല്ലെങ്കിൽ അവരുടെ സാലറിനെയോ എല്ലാം ബാധിക്കാത്ത രീതിയിൽ അവരുടെ പ്രൊട്ടക്ഷന് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരിക്കലും എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ സ്കീം എന്നുള്ള സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പാടില്ല. No person other than the employee to whom the option is granted shall be entitled to exercise the option. ആർക്കാണോ ഈ ഒരു ഓപ്ഷൻ കൊടുത്തത്, ഓപ്ഷൻ മീൻസ് റൈറ്റ് ടു പർച്ചേസ് ദ ഷെയർസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് മാർക്കറ്റ് വാല്യൂ. മാർക്കറ്റ് വാല്യൂവിനേക്കാളും കുറഞ്ഞ വിലയ്ക്ക് അവർക്കൊരു റിഡക്ഷൻ പോലെ കൊടുക്കുന്നതാണ്. അപ്പോൾ ആർക്കാണോ ഈ അനുമതി കൊടുത്തിരിക്കുന്നത് അവർ തന്നെയാണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത്, ഈ ഓപ്ഷൻ വാങ്ങിക്കേണ്ടത്. ദെൻ കമ്പനീൻ്റെ സെബി ഗൈഡ് ലൈൻസ് എന്ന് പറയുന്നത് സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ് ചെയ്തിരിക്കണം. കമ്പനിയിലെ ഇന്ത്യയിലുള്ളതും പുറത്തുള്ള എല്ലാ എംപ്ലോയീസിൻ്റെയും ഈ സോഴ്സ് എന്നുള്ളത് ബാധകമാണ്. അത് ഒരിക്കലും മറ്റൊരു വ്യക്തിക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. പിന്നെ അതേപോലെ തന്നെ കമ്പനീൻ്റെ എംപ്ലോയീസിൻ്റെ ഇൻട്രസ്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, റിസോഴ്സ് പാസ് ചെയ്യാൻ പാടുള്ളൂ. ദെൻ ആ ഒരു ഓപ്ഷൻ ആർക്കാണ് കൊടുത്തിരിക്കുന്നത് അയാൾ തന്നെയാണ് ആക്ച്വലി എന്ത് ചെയ്യേണ്ടത്, ഈ ഒരു പ്രോഡക്റ്റ് ഈ ഒരു ഷെയർ വാങ്ങിക്കേണ്ടതും ഡീൽ ചെയ്യേണ്ടതും. മറ്റൊരു ആളിലേക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. പിന്നെ അതേപോലെ ഇതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്, ഇസോസിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഡെവലപ്പ് ദ ഫീലിംഗ് ഓഫ് പാർട്ടിസിപ്പേഷൻ എമംഗ് ദി എംപ്ലോയീസ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മാനേജ്മെൻറ്റിൽ വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെൻറ്റ് എന്നുള്ള ഏരിയ ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ മാനേജ്മെൻറ്റിൻ്റെ ഒരു കമ്മിറ്റ്മെൻറ്റ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ആക്ടിവിറ്റി ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇവിടെ വരുന്നൊരു ഓപ്ഷനാണ് എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ സ്കീം. അതായത് ഒരു കമ്പനീൻ്റെ ഷെയർ നമ്മൾ കയ്യിൽ വെക്കുമ്പോൾ ആ കമ്പനീൻ്റെ ഓണറാവുകയാണ് നമ്മൾ. അപ്പോൾ ആ ഒരു മാനസികമായിട്ടുള്ള ഒരു അടുപ്പം കമ്പനീനോട് തോന്നിപ്പിക്കുക എന്നുള്ളതാണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത്, ഈ ഇസോസ് എന്നുള്ള ടേമിലൂടെ ഉദ്ദേശിക്കുന്നത്. സോ ടു ഡെവലപ്പ് ദ ഫീലിംഗ് ഓഫ് പാർട്ടിസിപ്പേഷൻ എമംഗ് ദ എംപ്ലോയീസ് ടു അട്രാക്ട് ആൻഡ് മോട്ടിവേറ്റ് ദ എഫിഷ്യൻറ്റ് ആൻഡ് സ്കിൽഡ് എംപ്ലോയീസ് ഓഫ് ദി കമ്പനി. ഒരു കമ്പനീൻ്റെ
എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാനും അതേപോലെ തന്നെ ആ കമ്പനിയിലെ എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യാനുമാണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത് ഈ ഒരു ഇങ്ങനെയുള്ള പുതിയ പുതിയ മെത്തേഡ്സ് അഡോപ്റ്റ് ചെയ്യുന്നത്. ടു എൻകറേജ് ടു സെർവ് ദ കമ്പനീനെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻകറേജ് ചെയ്യുക. എംപ്ലോയീസ് നന്നായി പണിയെടുത്താലേ കമ്പനി ഇങ്ങനെ നിൽക്കുന്നുള്ളൂ. സോ ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് നമ്മൾ നോക്കുന്നുണ്ട്, നമ്മൾ അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളത് അവരിൽ തോന്നിക്കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, കൂടുതൽ വർക്ക് ചെയ്യും, കമ്പനിക്ക് മാക്സിമം പ്രോഫിറ്റ് ഏൺ ചെയ്ത് കൊടുക്കും. സോ അതാണ് ഉദ്ദേശിക്കുന്നത്. ടു പ്രൊവൈഡ് ലോങ് ടേം റിസോഴ്സസ് ടു ദ കമ്പനീൻ്റെ റിസോഴ്സസ് ഒന്നുകൂടി ലോങ് ടേം ആക്കി നിലനിർത്തിക്കൊണ്ട് പോകുക എന്നുള്ളത് മറ്റൊരു ഒബ്ജക്റ്റീവാണ്. ആൻഡ് ടു പ്രൊവൈഡ് എക്കണോമിക് ബെനിഫിറ്റ്സ് ബൈ അലോട്ട്മെൻറ്റ് ഓഫ് ഷെയർസ് ലെസ് ദാൻ ദ മാർക്കറ്റ് പ്രൈസ്. വി ഓൾറെഡി മെൻഷൻ through the employee stock option scheme, the employees can purchase the shares of the company നോർമലി ലെസ് ദാൻ ദാറ്റ് ഓഫ് മാർക്കറ്റ് പ്രൈസ്. മാർക്കറ്റ് പ്രൈസിനേക്കാളും കുറഞ്ഞ എമൗണ്ടിനാണ് കമ്പനി പർച്ചേസ് ചെയ്യുന്നത്. സോ കമ്പനിയിലെ ഷെയർസ് പർച്ചേസ് ചെയ്യുന്നത്. സോ അതൊരു മാർക്കറ്റിൽ ഉണ്ടാകുന്ന അലോട്ട്മെൻറ്റ് ആക്ടിവിറ്റിക്ക് കുറച്ചുകൂടി ഈസി ആക്കാൻ എളുപ്പമാകുന്നു എന്നുള്ളതാണ് അനദർ ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത്. ഇതെന്ന് നോക്കി, ഷെയർസ് പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റേസ് ചെയ്യാൻ പറ്റും. ഒരു കമ്പനീൻ്റെ ഷെയർസ് പല മെത്തേഡിലൂടെ നമുക്ക് റേസ് ചെയ്യാൻ പറ്റും. അതിൽ പല മെത്തേഡിലുണ്ട്. അതിൽ മെയിൻലി ദർ ആർ 3 മെത്തേഡ്സ് ഫോർ ഇഷ്യൂ ഓഫ് ഷെയർസ് ഓർ റേസിംഗ് ഓഫ് ക്യാപിറ്റൽ. ദാറ്റ് മീൻസ് പബ്ലിക് ഇഷ്യൂ, പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ്, അലോട്ടിംഗ് ദി എൻറ്റയർ ഷെയർസ് ടു എൻ ഇഷ്യൂ ഹൗസ്. ഈ 3 മെത്തേഡിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഷെയർസ് റേറ്റ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അതിൽ പബ്ലിക് ഇഷ്യൂ എന്ന് പറയുന്നത്, പബ്ലിക് ഇഷ്യൂ റെഫേഴ്സ് ടു ദ ഇഷ്യൂ ഓഫ് ഷെയർസ് ടു ദ പബ്ലിക് ത്രൂ പ്രോസ്പെക്ടസ്. Only a public company can invite the public to subscribe its shares by issue prospectus. Public issue means it is normally done by a public company. ഒരു പബ്ലിക് കമ്പനിയാണ് നോർമലി പബ്ലിക് ഇഷ്യൂ ചെയ്യുക. എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രോസ്പെക്ടസ് പ്രിപ്പയർ ചെയ്യും. പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇൻവിറ്റേഷൻ ലെറ്ററാണ്. കമ്പനീൻ്റെ എല്ലാ ഡീറ്റെയിൽസും അടങ്ങിയിരിക്കുന്ന ഒരു ഇൻവിറ്റേഷൻ ലെറ്റർ പ്രിപ്പയർ ചെയ്തിട്ട് അത് പബ്ലിക്കിന് ഹാൻഡ് ഓവർ ചെയ്യും, പബ്ലിക്കിലേക്ക് സർക്കുലേറ്റ് ചെയ്യും. ഈ പബ്ലിക്കിനെ സർക്കുലേറ്റ് ചെയ്തതിന് ശേഷം ഈ കമ്പനീനെക്കുറിച്ച് അവരറിഞ്ഞ് ആ ഒരു കമ്പനീൻ്റെ ബ്രാൻഡ് ഇമേജും ബ്രാൻഡ് വാല്യൂ ഒക്കെ അനുസരിച്ചിട്ട് ആളുകൾ എന്ത് ചെയ്യും, ആ കമ്പനീൻ്റെ ഷെയർസ് വാങ്ങിക്കാൻ തയ്യാറാവും. ഈ ഒരു പ്രോസസ്സിനെയാണ് ആക്ച്വലി എന്ത് വിളിക്കുക, പബ്ലിക് ഇഷ്യൂ എന്ന് വിളിക്കുക. പബ്ലിക് ഇഷ്യൂ ഇസ് നോർമലി ഡൺ ബൈ പബ്ലിക് കമ്പനി ബൈ ഇഷ്യൂയിങ് പ്രോസ്പെക്ടസ്. ഓക്കെ, ദെൻ ഈ പബ്ലിക് ഇഷ്യൂ തന്നെ 2 രീതിയിലുണ്ട്. ഇനീഷ്യൽ പബ്ലിക് ഓഫർ ഫോർ സെയിൽ എന്നുള്ള 2 മെത്തേഡിൽ നമുക്ക് പബ്ലിക് ഇഷ്യൂ ചെയ്യാൻ പറ്റും. ഇനീഷ്യൽ പബ്ലിക് ഓഫർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദിസ് ഇസ് എ മെത്തേഡ് ഓഫ് റേസിംഗ് സെക്യൂരിറ്റീസ് ഇൻ വിച്ച് എ കമ്പനി സെൽ ഷെയർസ് ഓർ സ്റ്റോക്ക് ടു ദ ജനറൽ പബ്ലിക് ഫോർ ദി ഫസ്റ്റ് ടൈം. ഒരു കമ്പനീൻ്റെ ഷെയർസ് ആദ്യമായിട്ട് ഒരു കമ്പനി പബ്ലിക്കിൽ നിന്ന് ഇൻവൈറ്റ് ചെയ്ത് അക്യുമുലേറ്റ് ചെയ്യുമ്പോൾ അതിനെയാണ് ഇനീഷ്യൽ പബ്ലിക് ഓഫർ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഇത് ഷെയർ മാർക്കറ്റിലൊക്കെ ഒരുപാട് നമ്മൾ IPO എന്ന് വിളിക്കും ഇതിനെ. ഇറ്റ്സ് എ മെത്തേഡ് ഓഫ് സെക്യൂരിറ്റി റേസിംഗ് ഓഫ് സെക്യൂരിറ്റീസ് ഇൻ വിച്ച് എ കമ്പനി സെൽ ഷെയർസ് ഓർ സ്റ്റോക്ക് ടു ദ ജനറൽ പബ്ലിക് ഫോർ ദ ഫസ്റ്റ് ടൈം. ആദ്യമായിട്ട് ഒരു കമ്പനീൻ്റെ ഷെയർസ് പ്രോസ്പെക്ടസ് പ്രിപ്പയർ ചെയ്ത് പബ്ലിക്കിന് വിട്ടുകൊടുക്കുന്ന അല്ലെങ്കിൽ പബ്ലിക്കിൽ നിന്ന് ഇൻവൈറ്റ് ചെയ്യുന്ന ആ ഒരു ഫസ്റ്റ് പ്രോസസ്സിനെയാണ് എന്ത് വിളിക്കുക, ഇനീഷ്യൽ പബ്ലിക് ഓഫർ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ദെൻ ഓഫർ ഫോർ സെയിൽ. Offer for sale means under this method, instead of offering shares directly to the public by the company itself, it offered through the intermediaries such as issue house, merchant bank, investment bank and stock brokers. അതായത് ഓഫർ ഫോർ സെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനി തന്നെ ഡയറക്റ്റായിട്ട് ഈ കമ്പനീൻ്റെ പബ്ലിക്കിനെ അപ്രോച്ച് ചെയ്യാതെ കമ്പനീൻ്റെ ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് മെർച്ചൻറ്റ് ബാങ്കുകൾ പോലെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പോലെയുള്ള ഇൻ്റർമീഡിയറീസിനെ അപ്രോച്ച് ചെയ്യും. ഈ ഇൻ്റർമീഡിയറീസാണ് ആക്ച്വലി കമ്പനീൻ്റെ ഷെയർസ് എന്ത് ചെയ്യുന്നത്, പബ്ലിക്കിലേക്ക് എത്തിക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് അതിനെന്ത് വിളിക്കുക, ഓഫർ ഫോർ സെയിൽ എന്ന് വിളിക്കുക. ഇനീഷ്യൽ പബ്ലിക് ഓഫർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ട് തന്നെ കമ്പനി പ്രോസ്പെക്ടസ് പ്രിപ്പയർ ചെയ്തിട്ട് അത് പബ്ലിക്കിന് ഇൻവിറ്റേഷൻ അയച്ചു കൊടുത്ത് പബ്ലിക്കിൽ നിന്ന് ഷെയർസിൻ്റെ വാല്യൂസ് അക്യുമുലേറ്റ് ചെയ്തെടുക്കുന്നതിനെയാണ് ഇനീഷ്യൽ പബ്ലിക് ഓഫർ എന്ന് വിളിക്കുക. എന്നാൽ ഓഫർ ഫോർ സെയിൽ എന്ന് പറഞ്ഞാൽ ഇൻ ബിറ്റ്വീൻ കമ്പനിക്കും പബ്ലിക്കിനും ഇടയിൽ എന്തുണ്ടായിരിക്കും, ഒരു ഇൻ്റർമീഡിയറി ഉണ്ടായിരിക്കും. ഓക്കെ, ഈ ഓഫർ ഫോർ സെയിൽ എന്നുള്ള ആക്ടിവിറ്റിക്ക് ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഇൻ്റർമീഡിയറീസിനെ വെച്ചുകൊണ്ട് നമ്മളിത് മൂവ് ചെയ്യുമ്പോൾ ഒരുപാട് പ്രൊസീജിയേഴ്സ് നമ്മളിലുണ്ടായിരിക്കും. പ്രൊസീജിയർ ഫോർ പബ്ലിക് ഇഷ്യൂ മീൻസ് ഡ്രാഫ്റ്റിംഗ് ദ പ്രോസ്പെക്ടസ് ആൻഡ് ഫയലിംഗ് ദ സെയിം വിത്ത് ദ രജിസ്ട്രാറുമായിട്ട് ആദ്യം എന്ത് ചെയ്യണം, നമ്മൾ പ്രോസ്പെക്ടസ് പ്രിപ്പയർ ചെയ്തിരുന്നത് രജിസ്ട്രാറോട് സൈൻ ചെയ്ത് വാങ്ങിക്കണം. ദെൻ ഇഷ്യൂ എ പ്രോസ്പെക്ടസ് ടു ദ പബ്ലിക്.
പബ്ലിക്കിന് അത് ഇഷ്യൂ ചെയ്യും. റിസീവിങ് ദ ഡ്യൂലി ഫിൽഡ് അപ്ലിക്കേഷൻ ഫ്രം അലോങ് വിത്ത് അപ്ലിക്കേഷൻ മണിയോട് കൂടി നമ്മൾ എന്ത് കളക്ട് ചെയ്യും. ദെൻ അപ്ലിക്കേഷൻ സ്ക്രൂട്ടനൈസ് ചെയ്യും. ദെൻ അത് സോർട്ട് ചെയ്യും. ദെൻ സോർട്ട് ചെയ്തതിന് ശേഷം ഓവർ സബ്സ്ക്രിപ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും, തിരികെ കൊടുക്കും. ദെൻ അപ്ലിക്കേഷൻ ആർക്കൊക്കെയാണ് അലോട്ട്മെൻറ്റ് ഷീറ്റിലേക്ക് കൺവേർട്ട് ചെയ്യും. ഇങ്ങനെ ഒരു പ്രൊസീജിയറിലൂടെയാണ് ആക്ച്വലി ചെയ്യുന്നത്. ഈ പ്രൊസീജിയർ ഓഫ് പബ്ലിക് ഇഷ്യൂ നമുക്ക് പഠിക്കാനുണ്ട്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പ്രോബ്ലം വൈസ് ആയിട്ടാണ് നമുക്ക് ഈ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ പഠിക്കാനുണ്ട്. അപ്പോൾ നിങ്ങളിതൊന്ന് വായിച്ച് വെക്കുക, എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ ഒരു പ്രൊസീജിയറിലൂടെയാണ് പബ്ലിക് ഇഷ്യൂ ചെയ്യുന്നത് എന്നുള്ളത് എന്ത് ചെയ്യുക, മനസ്സിലാക്കി വയ്ക്കുക. Then private placement. Private placement means offering securities to a selected group of persons, not to the general public as a whole. Under this private placement, securities can be offered to a maximum of 50% of such a higher number as may be prescribed. And it is a faster way to raise capital as a company has to comply with only few legal formalities as compared to public issue. പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോർമലി പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് ചെയ്യാം ഒരു കമ്പനിക്ക് ഇനീഷ്യൽ സ്റ്റേജിലല്ലാതെ ഇൻ ബിറ്റ്വീൻ, അതായത് ഇപ്പോൾ ഒരു വർഷത്തിൻ്റെ ഇടയിൽ എപ്പോഴെങ്കിലും, അല്ലെങ്കിൽ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്പാൻഷൻ പോസിബിൾ ആക്കണം എനിക്ക്, കമ്പനി ഒന്ന് വലുതാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അങ്ങനെയുള്ള സമയത്ത് കമ്പനിയിൽ എക്സിസ്റ്റ് ചെയ്തിരിക്കുന്ന കമ്പനീൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ റിലേറ്റീവ്സിലേക്കോ അല്ലെങ്കിൽ കമ്പനീൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് മെമ്പേഴ്സിലേക്കോ മാത്രം, വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആളുകളിലേക്ക് മാത്രം പബ്ലിക്കിൽ നിന്ന് ആളുകളെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് ഷെയർസ് അല്ലെങ്കിൽ ഷെയർസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ട് ഷെയർ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന പ്രോസസ്സാണ് ആക്ച്വലി എന്ത് വിളിക്കുക, പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് എന്ന് വിളിക്കുക. ഈ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് പബ്ലിക്കിലുള്ള എല്ലാവർക്കും കൊടുക്കുന്നില്ല. വളരെ ലിമിറ്റഡ് ആയിട്ട് ബൾക്ക് എമൗണ്ട് ഒരുമിച്ച് വലിയൊരു എമൗണ്ട് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് എന്നുള്ളത് നടത്തുക. നോർമലി 50% വരെയൊക്കെ എന്ത് ചെയ്യുള്ളൂ, പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് കണ്ടക്ട് ചെയ്യാറുള്ളൂ. Then allotting the entire shares to an issue house. Under this method, a company allots or agrees to allot its entire shares at a price to an issue house for sale to the public. ഒരു പബ്ലിക്കിൽ കമ്പനീൻ്റെ ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഇഷ്യൂ ഹൗസസ് ഉണ്ടായിരിക്കും. ഇതുപോലെ ഈ ഒരു വർക്ക് ചെയ്യുന്ന, ഈ ഷെയറുമായി കണക്ട് ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസ് കണക്ട് ചെയ്യുന്ന ആളുകളുണ്ടായിരിക്കും. അവരെ ഏൽപ്പിച്ചുകൊണ്ട് അണ്ടർ റൈറ്റേഴ്സ് എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. സോ ഈ ഒരു പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുന്നത് പോലെ തന്നെ ഒരു ഇഷ്യൂ ഹൗസസ് ത്രൂ പബ്ലിക്കിൽ നിന്ന് ഷെയർ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്തെടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, അലോട്ടിങ് ദി എൻറ്റയർ ഷെയർസ് ആൻ ഇഷ്യൂ ഹൗസ് എന്ന് വിളിക്കുക. സോ 3 രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഷെയർസ് റേസ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഒന്ന് പബ്ലിക് ഇഷ്യൂ, രണ്ടാമത്തത് പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ്, മൂന്നാമത്തത് ഇഷ്യൂ ഹൗസസ്. പബ്ലിക് ഇഷ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്തുകൊണ്ട്, നോർമലി ഒരു പബ്ലിക് കമ്പനിയാണ് ഇത് ചെയ്യാറ്. പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്തുകൊണ്ട് പബ്ലിക്കിൽ നിന്ന് ഷെയർസ് അക്യുമുലേറ്റ് ചെയ്തെടുക്കുന്ന പ്രോസസ്സിനെയാണ് പബ്ലിക് ഇഷ്യൂ എന്ന് വിളിക്കുക. ഈ പബ്ലിക് ഇഷ്യൂ ചെയ്യുന്നത് 2 മെത്തേഡാണ്. ഇനീഷ്യൽ പബ്ലിക് ഓഫറും ഓഫർ ഫോർ സെയിലുമാണ്. ഇനീഷ്യൽ പബ്ലിക് ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ടൊരു കമ്പനി പബ്ലിക്കിൽ നിന്ന് ഷെയർസ് അക്യുമുലേറ്റ് ചെയ്തെടുക്കുന്നതിനാണ് ഇനീഷ്യൽ പബ്ലിക് ഓഫർ എന്ന് വിളിക്കുക. ഓഫർ ഫോർ സെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻ്റർമീഡിയറീസിനെ വെച്ചുകൊണ്ട് കമ്പനി ഡയറക്റ്റ്ലി അല്ലാതെ അക്യുമുലേറ്റ് ചെയ്തെടുക്കുന്ന പ്രോസസ്സാണ്. ഇതിന് രണ്ടിനും ചില പ്രൊസീജിയേഴ്സും നമ്മൾ നോക്കി. ദെൻ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കുറച്ച് ആളുകളിലേക്ക് മാത്രം ഷെയർ ക്യാപിറ്റൽ പ്രോസ്പെക്ടസ് പോലെ ഇൻവിറ്റേഷൻ അയച്ചുകൊണ്ട് പബ്ലിക്കിൽ നിന്ന് ഷെയർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് എന്ന് വിളിക്കുക. മാക്സിമം നമ്പർ ഓഫ് പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് 50. ദെൻ ഇഷ്യൂ ഹൗസസ് ത്രൂ ഷെയർസ് അലോട്ട് ചെയ്യുമ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, അലോട്ടിങ് ദി എൻറ്റയർ ഷെയർസ് ടു ഇഷ്യൂ ഹൗസ് എന്നുള്ള പേരിൽ വിളിക്കുന്നത്. Then allotment of shares. Allotment of shares is a process through which the shares of a company are allotted, distributed to those who are submitted in written application and paid the application money in full. Allotment of shares is a second process of issue of shares എന്ന് പറയാം നമുക്ക്. അതായത് ഒരു കമ്പനീൻ്റെ ഷെയർസ് പബ്ലിക്കിൽ നിന്ന് ആദ്യം എന്ത് ചെയ്യണം, ഒരു സർട്ടൻ പേഴ്സൺ. ഇപ്പോൾ നമ്മൾ പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു കോളേജിൽ അപ്ലിക്കേഷൻ അയക്കുമ്പോൾ, കോളേജിലേക്ക് നമ്മൾ അപ്ലിക്കേഷൻ അയക്കുമ്പോൾ ആദ്യം ഒരു അപ്ലിക്കേഷൻ ഫോം നമ്മൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഹയർ സെക്കൻഡറിക്കൊക്കെ ചിലപ്പോൾ ചെയ്തിട്ടുണ്ടായിരിക്കും. നിങ്ങൾ കോളേജിന് അപ്രോച്ച് ചെയ്യുന്നു, ആ കോളേജിന് അപ്രോച്ച് ചെയ്ത് ഇപ്പോൾ മാനേജ്മെൻറ്റ് സീറ്റിലൊക്കെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു അപ്ലിക്കേഷൻ ഫോം തരും. ആ അപ്ലിക്കേഷൻ ഫോം നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ 100 രൂപ നമ്മൾ കൊടുക്കണം. ആ 100 രൂപയാണ് അവർ വാങ്ങിക്കുന്ന മിനിമം സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. അത് 100 പേരിൽ നിന്ന് 100 രൂപ വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ആ എമൗണ്ട് അവർ കളക്ട് ചെയ്ത് വെക്കുന്നുണ്ടായിരിക്കും.
സോ ആ ഒരു എമൗണ്ടിനെയാണ് മിനിമം സബ്സ്ക്രിപ്ഷൻ. അതൊരു പ്രിലിമിനറി എക്സ്പെൻസസ് മീറ്റ് ചെയ്യുക, ഷെയർ ഇഷ്യൂ ചെയ്യുന്നതുമായി കളക്ട് ചെയ്തുകൊണ്ടുള്ള പ്രിലിമിനറി എക്സ്പെൻസസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ മിനിമം സബ്സ്ക്രിപ്ഷൻ എമൗണ്ട് കളക്ട് ചെയ്ത് വെക്കുന്നത്. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം മിനിമം സബ്സ്ക്രിപ്ഷൻ എമൗണ്ട് ഒക്കെ റിസീവ് ചെയ്ത് അപ്ലിക്കേഷൻ മണി ഓരോ ഷെയർ ഹോൾഡറിൽ നിന്നും റിസീവ് ചെയ്തതിന് ശേഷമുള്ള അടുത്ത പ്രോസസ്സാണ് ആക്ച്വലി എന്ത് അലോട്ട്മെൻറ്റ് ഓഫ് ഷെയർസ് എന്നുള്ള ടേമിൽ അറിയപ്പെടുന്നത്. സോ അലോട്ട്മെൻറ്റ് ഓഫ് ഷെയർസ് ഇസ് നോർമലി കണ്ടക്റ്റഡ് ആഫ്റ്റർ conducting or after paying the full amount of application money, and a company may receive application money from investors. After receiving the duly filled application, the company will scrutinize its application receive ചെയ്തതിൽ നിന്ന് ഇവർ എന്ത് ചെയ്യുന്നുണ്ട്, സ്ക്രൂട്ടനൈസ് ചെയ്ത് അവസാനം ചൂസ് ചെയ്യുന്ന ഒരു 100 ലിസ്റ്റ് ഓഫ് ആളുകളായിരിക്കും. ആ ആളുകളിൽ നിന്ന് ആളുകൾക്ക് എന്ത് ചെയ്യും, നെക്സ്റ്റ് അലോട്ട്മെൻറ്റ് നടത്തും. അലോട്ട്മെൻറ്റ് നടത്തുന്നതിനെയാണ്, ആ ഒരു പ്രോസസ്സിനെയാണ് അലോട്ട്മെൻറ്റ് ഓഫ് ഷെയർസ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ദെൻ മിനിമം സബ്സ്ക്രിപ്ഷൻ is the minimum amount of shares that must be subscribed by the public, without which allotment cannot be made. The minimum amount that must be contributed by all the applicants out of the entire issue amount. Currently, minimum subscription cannot be less than 90% of the total amount issued. ടോട്ടൽ എമൗണ്ട് ഇഷ്യൂ ചെയ്യുന്നതിൻ്റെ 90%ഓളം നമ്മൾ മിനിമം സബ്സ്ക്രിപ്ഷൻ ആവാൻ പാടില്ല എന്നുള്ളൊരു റൂള് കൂടിയുണ്ട്. മിനിമം സബ്സ്ക്രിപ്ഷൻ ഒരുപാട് പ്രാവശ്യം എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. ദ എമൗണ്ട് ഓഫ് മിനിമം സബ്സ്ക്രിപ്ഷൻ മസ്റ്റ് ബി മെൻഷൻ ഇൻ ദ പ്രോസ്പെക്ടസിൽ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിരിക്കണം. നോ അലോട്ട്മെൻറ്റ് ഷാൽ ബി മെയ്ഡ് അൺലെസ് ദ മിനിമം സബ്സ്ക്രിപ്ഷൻ ഹാസ് ബീൻ റിസീവ്ഡ്. മിനിമം സബ്സ്ക്രിപ്ഷൻ എമൗണ്ട് റിസീവ് ചെയ്തതിന് ശേഷം മാത്രമേ കമ്പനീൻ്റെ ഷെയർസ് അലോട്ട്മെൻറ്റ് എന്നുള്ള ടേമിലേക്ക് പോകുന്നുള്ളൂ. സോ ഇത്രയുമാണ് മിനിമം സബ്സ്ക്രിപ്ഷൻ എന്നുള്ള ടേം എന്ന് പറയുന്നത്. ഈ അലോട്ട്മെൻറ്റ് ഓഫ് ഷെയർസ് മിനിമം സബ്സ്ക്രിപ്ഷൻ എന്താണെന്നുള്ളത് ഒന്നുകൂടിയൊക്കെ നമ്മൾ ക്ലാസ്സിൽ നമ്മൾ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ഒന്നുകൂടിയൊക്കെ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇത്ര ഏരിയ നിങ്ങൾ കറക്റ്റായിട്ടൊന്ന് വായിച്ച് വെക്കാം. ഓക്കെ, താങ്ക് യു.